മാസ് മോട്ടോഴ്സിന്നാണ് നമ്മുടെ ഹീറോ ഹോണ്ടയുടെ CD ഡീലക്സ് വണ്ടി ടെസ്റ്റ് വർക്കായിട്ട് കിട്ടിയതാണ്. അത്യാവശ്യം നമുക്ക് അതിൻ്റെ പെയിൻറ്റിങ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഓയിലിൻ്റെ കേസൊക്കെ ചെക്ക് ചെയ്യുമ്പോണ്ടല്ലോ, നിലവിൽ ഓയിലൊന്നും ഇല്ല ഇതിനകത്ത് കേട്ടോ. അപ്പോൾ ഒട്ടും ഓയിലില്ല, തീരെ ഓയിൽ ലെവലിൽ ഇല്ലാത്തൊരു കണ്ടീഷനിലാണ്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ നിലവിൽ ഓയിലൊക്കെ ഫില്ല് ചെയ്യുന്ന സമയത്ത് പുക വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ എയർ ഫിൽറ്ററിൻ്റെ കണ്ടീഷൻ നമ്മൾ ചെക്ക് ചെയ്യുമ്പോണ്ടല്ലോ, എയർ ഫിൽറ്ററൊക്കെ ഫുള്ള് പൊടിഞ്ഞു പോയേക്കാണ് കേട്ടോ. ഈ ഒരു അവസ്ഥയിലാണ് കാണുന്നത്. അപ്പോൾ നമുക്ക് എയർ ഫിൽറ്ററും അതിൻ്റെ ഈ ബേസും കാര്യങ്ങളൊക്കെ മാറ്റിയിട്ടാലാണ് അത് ക്ലിയർ ആവുള്ളൂ. അതിനുശേഷം കാർബറേറ്റർ കൂടി ഒന്ന് നല്ല രീതിയിൽ ക്ലീൻ ചെയ്തെടുക്കാം. പൊല്യൂഷനായിട്ട് എടുത്തു നോക്കാം. പൊല്യൂഷൻ പുകയുടെ പ്രശ്നം ഉള്ളതുകൊണ്ട് സ്വാഭാവികമായിട്ടും പൊല്യൂഷൻ പാസ്സാകുന്നൊരു സംശയമുണ്ട്. പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് എന്തായാലും വേണ്ടി വരും കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ചെയിൻ സ്പോക്കറ്റ് ഫുള്ള് കംപ്ലൈൻ്റ് ആണ്. കാരണം എന്താ വെച്ചാൽ ഇവിടെ നോക്കുമ്പോൾ ഈ പല്ലിൻ്റെ നീട്ടം കണ്ടോ, ഈ ഒന്നരാടോട്ടുള്ള പല്ലുകളൊക്കെ പൊട്ടിപ്പോയേക്കാം. അത് ആ സ്പോക്കറ്റിൻ്റെ ലൈഫ് കഴിഞ്ഞിട്ടാണ് കേട്ടോ. അപ്പോൾ അത് ചെയിൻ സ്പോക്കറ്റ് എന്തായാലും നമുക്ക് കൂടുതൽ മാറ്റാം. ബാക്കിലത്തെ ബ്രേക്കിൻ്റെ ലൈൻഡർ നമുക്കൊന്ന് ചേഞ്ച് ചെയ്ത് തരണം. കാരണം അതും മാക്സിമം അതിൻ്റെ യൂസിങ് കഴിഞ്ഞാണ്. പിന്നെ നമുക്ക് അതിൻ്റെ ഫുഡ് റെസ്റ്റുകൾ, ഈ സൈഡ് ഫുഡ് റെസ്റ്റ് ഉണ്ട്, റൈറ്റ് സൈഡിലുണ്ടെന്നുണ്ട്. റൈറ്റ് സൈഡിലേയും പോയിട്ടുണ്ട്, ലെഫ്റ്റ് സൈഡിലേയും പോയിട്ടുണ്ട്. ഫുഡ് റെസ്റ്റുകളെല്ലാം തന്നെ അപ്പോൾ ചേഞ്ച് ചെയ്യേണ്ട അവസ്ഥയാണ് കേട്ടോ. പിന്നെ സ്പീഡോമീറ്റർ ഒന്നും വർക്കിംഗ് അല്ല. മീറ്ററിൻ്റെ ഒന്ന് റെഡിയാക്കി എടുക്കാം. മെക്കാനിസം മാറേണ്ടി വരും. അതേപോലെ കേബിള്, ക്രൗണ്, പിനിയൻ, അത്യാവശ്യം ഒരു ഇതെല്ലാം ഭാഗങ്ങൾ തന്നെ ചെയ്യേണ്ടി വരും. അപ്പോൾ എഞ്ചിൻ ഓയിലിൻ്റെ അവസ്ഥ ഇതാണ്. ഓയിലില്ല വണ്ടിക്കകത്ത്. പിന്നെ ഓയിൽ ഒഴിക്കുമ്പോൾ പുക കാണിക്കും കേട്ടോ. ഓക്കെ.